ബം ടു ക്രാഡിലിൻ്റെ വെയറബിൾ ഇലക്ട്രിക് പ്രസ് പമ്പ് 2 months യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണിത്. സോ ഇത് വരുമ്പോൾ നമുക്ക് ആദ്യം ഇതാണ് ഇതിൻ്റെ ഇലക്ട്രിക് മോട്ടർ. ഇതുപോലത്തെ ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ടാവും. പിന്നെ ഇതുപോലത്തെ ഒരു കണക്ടറിൻ്റെ സെറ്റ് ഉണ്ടാകും. പിന്നെ നമുക്കൊരു ബോട്ടിൽ ഉണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ് ഫസ്റ്റ് അസംബിൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ മോട്ടറിൻ്റെ ഇതുപോലെ ഉള്ളിൽ ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് ചെറിയ സ്ലോട്ട്സ് കാണാൻ പറ്റും ക്ലിയർലി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ടത് ഈ കണക്ടറാണ്. ഈ കണക്ടറിന് ഒരു ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രം ഇവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ സ്ലിറ്റ് പോലത്തെ സ്ഥലമുണ്ട്. ഇവിടെയും ചെറിയൊരു പ്രൊജക്ഷനുണ്ട്. ഈ സ്ലിറ്റും പ്രൊജക്ഷനും കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സക്ഷൻ പവർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എല്ലാ ഭാഗവും നന്നായിട്ട് അമുക്കി കൊടുക്കുക. കറക്റ്റായി ഇരുന്നിട്ടില്ല എങ്കിൽ നമുക്കതിന് കറക്റ്റ് സക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അമുക്കുക. അപ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഇവിടെ ഒരു വാൾവ് ഉണ്ട്. ഈ വാൾവ് ഇതിൻ്റെ താഴെ ഘടിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി വെക്കുക. പിന്നെ ഇതിൻ്റെ താഴെ അവർ തന്നിട്ടിരിക്കുന്ന മിൽക്ക് കളക്ഷൻ ബോട്ടിൽ. ഈ ബോട്ടിൽ ഇതിൻ്റെ ഇവിടെ ഒരു വയറുണ്ട്. അതിൽ നമുക്കിങ്ങനെ വയർ ചെയ്ത് തിരിച്ച് സ്ക്രൂ ചെയ്യാൻ പറ്റും. സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കി ഇങ്ങനെ വെക്കാം. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. ഇത് കുഷനാണ്. ഈ കുഷനാണ് നമ്മൾ ബ്രസ്റ്റിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ആരോ കാണാൻ പറ്റും. ഈ ആരോയും ഇവിടെ ഒരു ആരോ ഉണ്ട്. ഇത് രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം ഇതിനെ ഫിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ രണ്ട് ആരോയും അലൈൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ അസംബിൾ ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൻ്റെ പാർട്സ്. അപ്പം ഇതിനകത്തുള്ള ഇവിടെ ഓൾറെഡി ഉള്ളത് 25 mm ഇൻസേർട്ടാണ് ഉള്ളത്. നിങ്ങളുടെ ഫ്ലാൻ സൈസ് 25 mm ആണെങ്കിൽ ഇത് മാത്രം ഡയറക്റ്റ്ലി നിങ്ങൾ നിപ്പിൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അല്ല നിങ്ങളുടെ നിപ്പിൾ ഇതിൻ്റെ സൈസിനേക്കാളും ചെറുതാണെങ്കിൽ 3 വേറെ ഫ്ലാൻജസ് അവർ തന്നിട്ടുണ്ട്. 21 mm-ൻ്റെയും 19 mm-ൻ്റെയും 17 mm-ൻ്റെയും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇൻ കേസ് നിങ്ങളുടെ സൈസ് ചെറുതാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫ്ലാൻജും കൂടെ കണക്ട് ചെയ്ത് വെച്ചിട്ട് നിപ്പിളിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതിന് ശേഷം നമ്മളിവിടെ ഫസ്റ്റ് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇത് ഓൺ ആക്കുന്ന സ്വിച്ച്. ഫസ്റ്റ് തന്നെ വരുന്ന മോഡെന്ന് പറഞ്ഞാൽ നിപ്പിൾ സ്റ്റിമുലേഷൻ മോഡാണ്. ഇതിൽ നിപ്പിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് നേരം ഇട്ടതിന് ശേഷം ഇവിടെ എം എന്ന് കാണിക്കുന്നതാണ് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഭാഗം. അപ്പോൾ എമ്മിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന എക്സ്പ്രഷൻ മോഡാണ്. അപ്പോൾ ഇതിനൊരു ശബ്ദം, ചെറിയ ശബ്ദമുണ്ട്. ഇത്രയും വോയിസ് ഇതിനുള്ളൂ. അല്ലാണ്ട് വല്ലാത്ത നോയ്സ് ഒന്നും ഇതിലില്ല. അപ്പോൾ ഈ ഇതിലാണ് മിൽക്കിനെ എക്സ്പ്രസ് ആക്കുന്നത്. പിന്നെ പെട്ടെന്ന് പാല് വരാത്ത ടൈപ്പ് ആളുകളാണെങ്കിൽ ഒരു കമ്പൈൻ മോഡുണ്ട്. അതിൽ ആദ്യം കുറച്ച് നേരം സ്റ്റിമുലേറ്റ് ചെയ്യും, പിന്നെ എക്സ്പ്രസ് ചെയ്യും. അപ്പം പെട്ടെന്ന് പാല് വരാത്തവരാണെങ്കിൽ ഈ മോഡിലിടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇൻവേർട്ടഡ് നിപ്പിൾസ്, ഫ്ലാറ്റ് നിപ്പിൾസ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിലൊരു നിപ്പിൾ കറക്ഷൻ മോഡുണ്ട്. അതാണ് ഈ ലാസ്റ്റ് കാണുന്ന ഈ മോഡ്. ഈ മോഡിലിട്ടാൽ നിപ്പിൾ കറക്റ്റഡ് ആകും. അതിന് ശേഷം വേണം പിന്നെ നമ്മൾ സ്റ്റിമുലേഷനും എക്സ്പ്രഷനിലേക്കും ഇടാനായിട്ട്. പിന്നെ നമ്മുടെ സക്ഷൻ പവർ പോരാൻ തോന്നുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിനെ പ്ലസ്സും മൈനസും ചെയ്യാൻ പറ്റും. വേദന കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിതിനെ മൈനസ് ചെയ്താൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പവർ സക്ഷനിലെത്തും. പക്ഷേ പാല് വരുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഈ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ 9 ലെവൽ വരെ ഉണ്ട്. അതുവരെ നമുക്ക് സക്ഷൻ പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഇതിൻ്റെ കൂടെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പോർട്ട് ഇവിടെയാണ്. USB ചാർജിങ് പോലത്തെ ഒരു പോർട്ടാണ്. അപ്പോൾ ഈ ചെറുതായിട്ടുള്ളത് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ വേറെ ഏതെങ്കിലും ഒരു കണക്ടറിലോട്ട് അറ്റാച്ച് ചെയ്താൽ മതി. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫാസ്റ്റ് ചാർജിങ് കേബിളിലോട്ട് ഇത് കണക്ട് ചെയ്തെങ്കിൽ മോട്ടർ കേടായി പോകും. ഫൈനലി പാലെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഈ ബോട്ടിലിനെ ഇതിനകത്തുനിന്ന് ഡിസസംബിൾ ചെയ്തതിന് ശേഷം ഇവർ തന്നെ ഒരു ലിഡ് തന്നിട്ടുണ്ട്. ലിഡ് അടച്ച് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാവുന്നതാണ്.